ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 107 സങ്കീർത്തനം നമുക്കൊന്ന് എടുത്തു വയ്ക്കാം. കഴിഞ്ഞൊരു അവസരത്തിൽ ചിന്തിച്ചത്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. മരുഭൂമിയിൽ ഉത്സവം വേണം, മരുഭൂമിയിൽ ആരാധന വേണം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കാൻ പോകുകയാണ്. മരുഭൂമിയും വരണ്ട നിലത്തിലും ആനന്ദം തുടങ്ങാൻ പോകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനം അവർ മരുഭൂമിയിൽ അലഞ്ഞു വലഞ്ഞു നടക്കുകയാണ്. അവർക്ക് ഒരിക്കൽ ആനന്ദമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. എന്നാണത്? അവരന്ന് ചെങ്കടൽ തീരത്ത് വന്നു. ചെങ്കടൽ തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ മുൻപിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എന്നാൽ മോശ തൻ്റെ കയ്യിലിരിക്കുന്നതായ വടി നീട്ടുവാൻ സ്വർഗത്തിൽ നിന്ന് കൽപ്പന വന്നപ്പോൾ ആ വടി നീട്ടി ചെങ്കടൽ രണ്ടായി പിളർന്നു. ഈ കണ്ട ജനലക്ഷങ്ങൾ മുഴുവൻ അതിലൂടെ സുഗമമായി പോകത്തക്ക രീതിയിൽ വലിയൊരു വഴി അവിടെ തുറന്നു. ഒരു വലിയൊരു ജയിൽ അടച്ചിട്ടിരിക്കുന്നത് തുറന്ന് ആളുകൾ ഓടുന്നത് പോലെ അവരോടി. അവർ തപ്പെടുത്ത് പാട്ടുപാടി, അവർ ദൈവത്തെ ആരാധിച്ചു. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ആദ്യത്തെ ഉത്സവം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഈ പറയുന്ന അനുഭവം? എന്താണ്? അതാണ് ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഒരിക്കൽ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മേൽ വന്നു. ആ ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചപ്പോൾ ഒരു ശിശു ഹൃദയം ഓർക്കുകയായിരുന്നു. എൻ്റെ 22-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ, അന്ന് 22 വയസ്സ് വരെ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു കഠിന ഹൃദയമായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചു കിടന്നിട്ട് പോലും, വെറും 16 വയസ്സിൽ പോലും ഒരു തുള്ളി കണ്ണുനീര് വരാത്ത മക്കൾ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. മദ്യപിച്ച് നടക്കുന്ന മക്കൾ പോലും അവർ കരയുമായിരിക്കും. ഞാനന്ന് മദ്യപിക്കുന്നയാളല്ല. പക്ഷേ 16-ാമത്തെ വയസ്സിൽ തന്നെ എൻ്റെ ഹൃദയം അങ്ങ് കഠിനപ്പെട്ടിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഒരു കോണിലേക്ക് ഒരു മഴത്തുള്ളി, മഞ്ഞുതുള്ളി പോലെ വന്ന് വീണ അന്ന് എൻ്റെ കണ്ണിൽ ഒരു നനവ് വന്നതാണ്. ഇന്ന് 32 കൊല്ലങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, യേശുവിൻ്റെ സ്നേഹത്തെ കണ്ടുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പലരും അനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ തലോടൽ അനുഭവിച്ചുകൊണ്ട്, കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് തുടയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ക്രിസ്തു മാറോട് ചേർത്ത് പിടിക്കുന്നത് പലപ്പോഴും അനുഭവിച്ചുകൊണ്ട്, ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നത് അനുഭവിച്ചുകൊണ്ട്, ഞാൻ പറയട്ടെ, എൻ്റെ ശരീരം മുഴുവൻ അങ്ങ് മാറി മറയുന്നത് പോലെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയം പോലെ മുഴുവൻ സ്നേഹം മാത്രം ഹൃദയത്തിൽ നിറയുന്നു. അമ്മയോട് സ്നേഹം, പെങ്ങന്മാരോട് സ്നേഹം, അല്ല അതുവരെയും ശീലിച്ചതായ എല്ലാം മാറി മാറി പോകുന്നത് പോലെ, ഒരു പുതിയൊരു മനുഷ്യനായി അങ്ങ് ശാന്തമായി നിന്നതുപോലെ. അതാണ് നാം ഒരിക്കൽ ചിന്തിച്ചത്. അങ്ങ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവം കോരിയെടുത്തിട്ട് അവനെ അങ്ങ് വസ്ത്രം പുതപ്പിക്കുന്നു. അതിന് വിചിത്ര വസ്ത്രം എന്നാണ് തിരുവചനം പറയുന്നതായ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണമെന്ന് യെഹെസ്കേൽ 16-ലാണത്. അന്ന് അതാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവ് എന്നെ കോരിയെടുത്ത് എൻ്റെ പാപങ്ങളും എൻ്റെ അഴുക്കുകളും എൻ്റെ അശുദ്ധിയും ആരും കാണാത്ത രീതിയിൽ കർത്താവ് എന്നെ ഒരു വസ്ത്രം കൊണ്ടങ്ങ് പൊതിഞ്ഞു പിടിച്ചു. മാത്രമോ, അത് കഴിഞ്ഞ് കർത്താവ് എന്നെ ഒരു അലങ്കാര വസ്ത്രം അണിയിച്ചു. എന്തിന്? കർത്താവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയാണ് മകനെ, എൻ്റെ പ്രിയ മകളെ, നീ കർത്താവിൻ്റെ പ്രിയപ്പെട്ടൊരു മണവാട്ടിയാണ് എന്ന് അറിയുന്നതായ ഒരു അലങ്കാര വസ്ത്രം. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ സഹോദരിമാർ തലയിൽ മൂടുപടമിടുന്നു. ഈ തലയിൽ തുണിയിടുമ്പോൾ അത് ഈ തല സ്വാഭാവികമായും ഒരു 1/4 ഇഞ്ചെങ്കിലും പയ്യെ താഴേക്ക് താണിരിക്കും. അത് സ്വാഭാവികമാണ്. കാരണം മൂടുപടം വരുമ്പോൾ ഒരു താണിരിക്കുന്നതായ ഒരു പ്രകൃതം വരും. ദൈവത്തിന് സ്തോത്രം. ഈ GGF എന്ന് പറയുന്ന കൂട്ടായ്മ സ്ത്രീ പുരുഷ സമത്വമൊന്നും അതിനെതിരായി പ്രസംഗിക്കാൻ നിങ്ങൾ ചിന്തിച്ചേക്കരുത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം സ്ത്രീ സഭയിൽ
താണിരിക്കുവാനും, ഭർത്താവുള്ളവർ ഭർത്താവിന് താണിരിക്കുവാനും, അവിടെ കീഴടങ്ങിയിരിക്കുവാനും ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഇനി പുരുഷന്മാരായ നമുക്കും മാറ്റമൊന്നുമില്ല. ഒരിക്കലും കുതിരയെപ്പോലെ തലയെടുപ്പോടെ നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നും കഴുതയെപ്പോലെ തല താണിരിക്കുന്നവരായി തീരുക. കർത്താവിൻ്റെ അലങ്കാര വസ്ത്രം നമ്മുടെ മേൽ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്നും തല താണിരിക്കും. എന്നും വിനയമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കും. എന്നും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കും. എന്നാൽ ആ ഉത്സവം നഷ്ടപ്പെടുന്ന ഒരനുഭവമുണ്ട്. അതാണ് 107 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇസ്രായേൽ മക്കളുടെ പല അനുഭവങ്ങളും പറഞ്ഞിട്ട് അവരെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഉത്സവം എന്ന് പറയുന്നത് ഒന്നുകിൽ ആദ്യ സ്നേഹം ലഭിക്കുന്നതായ അനുഭവം, 2 ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വീണ്ടും ലഭിക്കുന്നതായ അനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയവർക്ക് അത് വീണ്ടും ലഭിക്കുന്നതായ അനുഭവം. ഈ തലയിട്ടിരുന്നതായ മൂടുപടം, ആ താണിരുന്നതായ തല, ആ മൂടുപടം താഴേക്ക് ഊർന്നുപോയി. പിന്നെ തല പൊങ്ങാൻ തുടങ്ങി, പാപം തലപൊക്കാൻ തുടങ്ങി, പിശാച് വീടിനെ നിയന്ത്രിക്കാൻ തുടങ്ങി, പിശാച് ചങ്ങലെടുത്തെറിയാൻ തുടങ്ങി. അനേകരുടെ ജീവിതത്തിൽ പാപം വീണ്ടും തലപൊക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം എന്നും ഇന്ന് ശുശ്രൂഷ തീരുമ്പോഴും ഒരു കാര്യം ഉറപ്പാക്കിയിട്ടേ നാം എഴുന്നേൽക്കാൻ പാടുള്ളൂ. കർത്താവേ, എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ജ്വലിച്ച് നിൽക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ആ തീ എൻ്റെ ഉള്ളിൽ കത്തി നിൽക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് എൻ്റെ സകല പാപങ്ങളും കഴുകി തന്നു എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടോ? നമ്മുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ അക്കരയിലേക്ക് കടന്നുപോയി എന്നിരിക്കട്ടെ, വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഈ കടന്നുപോയ ആൾ ദൈവരാജ്യത്തിലായിരിക്കുമോ പോയത്? അല്ല, അയ്യോ, ആത്മാവ് രക്ഷപ്പെട്ട് കാണുമോ? ആത്മാവ് നിത്യ സ്വർഗത്തിലേക്ക് പോയി കാണുമോ? ഒരു ഉറപ്പ് കിട്ടുന്നില്ല അത് വിചാരിക്കുക. അതിൽ പരം സങ്കടകരമായ ഏതെങ്കിലും അവസ്ഥയുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിൽ പരം പ്രയാസമുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടോ? അല്ല, നാം ജീവിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ കടന്നുപോയാൽ, ഇന്ന് യേശുക്രിസ്തു കടന്നു വന്നാൽ, എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയായി എൻ്റെ യേശുവേ, നീ എന്നെ ഒരിക്കൽ രക്ഷിച്ചു, ശരിയാണ്. നീ എനിക്കൊരു വീണ്ടെടുപ്പ് തന്നു, ശരിയാണ്. എന്നാൽ ഞാൻ വചനം കേൾക്കും തോറും ഈ തീയുടെ മുമ്പിൽ വന്നിരിക്കും തോറും, കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, സന്ധി മജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു വരുന്നതായ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ ഉള്ളറകളെ, ഹൃദയത്തിൻ്റെ ഗൂഢഭാവങ്ങളെ, മനുഷ്യ മനസ്സുകളെ കുത്തിപ്പിളർന്ന് നമ്മുടെ ഭാവങ്ങളെയും പാപങ്ങളെയെല്ലാം തുറന്നു കാട്ടുന്ന ആ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം എല്ലാം ആരാണ്? സ്വർഗം എന്താണ്? യേശു ആരാണ്? ദൈവരാജ്യം ആരാണ്? അതിൻ്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ, എൻ്റെ യേശുവേ, എൻ്റെ ഭാവങ്ങളിലും എൻ്റെ ജീവിതത്തിലെല്ലാം നിൽക്കുന്ന ഭാവങ്ങളെയും കണ്ടെത്തുമ്പോൾ, എൻ്റെ നാഥ, എനിക്ക് നിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. യേശുവേ, എനിക്കെന്നും ഉറപ്പുണ്ടായിരിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ യേശുവിൻ്റെ രാജ്യത്തിൽ ചെല്ലും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എനിക്ക് ഓർമ്മ തന്ന ഒരു പാപവും പോലും ഞാൻ തിരുത്താതിരുന്നിട്ടില്ല. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുക്രിസ്തു പല പാപങ്ങളും ഓർമ്മ തരുന്നുണ്ട്, പല കാര്യങ്ങളും ഓർമ്മ തരുന്നുണ്ട്, തിരുത്തേണ്ട പല കാര്യങ്ങളും ഓർമ്മ തരുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരുടെ പാപം സിനിമയായിരിക്കണമെന്നില്ല, മദ്യപാനമായിരിക്കണമെന്നില്ല, തന്നെത്താൻ അശുദ്ധമാക്കണമായിരിക്കണമെന്നില്ല. എന്നാൽ ചില വ്യാജഭാവങ്ങളായിരിക്കാം, ചില അശുദ്ധ മോഹങ്ങളായിരിക്കാം, ചില പ്രത്യേക താല്പര്യങ്ങൾ ായിരിക്കാം. ദൈവകൽപ്പനകൾ, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് നമ്മുടെ വാക്ക് തെറ്റിപ്പോകരുത്, വ്യാജം വരരുത് എന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തിരുത്താനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിൽക്കുമ്പോഴാണ് നാം ഭയപ്പെടുന്നത്. എൻ്റെ യേശുവേ, ഞാനിന്ന് വേണ്ട വിധത്തിൽ ഒരുങ്ങിയിട്ടില്ലല്ലോ. യേശുവേ, നിൻ്റെ മണവാട്ടിയായി നീ എന്നെ തിരഞ്ഞെടുത്തു, എന്നാൽ എന്നിൽ നിന്ന് ആ മണവാട്ടിയുടെ വസ്ത്രം മാറിപ്പോയിരിക്കുകയാണ്. എൻ്റെ മേൽ ഉത്സവ വസ്ത്രം ഇല്ല എന്ന് കണ്ടെത്തുമ്പോൾ നാം ഭയപ്പെടുകയല്ല വേണ്ടത്. ദൈവം എന്ത് ചെയ്യുന്നു? 107 സങ്കീർത്തനം 19 വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 107:19. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു.
അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചപ്പോൾ നിത്യനായ ദൈവം ചെയ്തത് അവൻ തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. ഒന്നാമത്തെ കാര്യം, ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നു, വചനമയച്ച് വിടുവിക്കുന്നു. മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജനം അലഞ്ഞു നടക്കുകയാണ്. അവർക്ക് അന്ന് വേണ്ടത് വചനമായിരുന്നു. വചനം, പ്രിയപ്പെട്ടവരെ, ആഹാരമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ വചനം കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല. വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. മിസ്രയീമിൽ നിന്ന് അന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ അതേ വചനമാണ് നമ്മുടെ മധ്യത്തിലേക്ക് കൃപയാൽ കർത്താവ് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 55 പറയുന്നുണ്ട്, ഞാൻ അയക്കുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം നിവർത്തിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഈ കൂട്ടായ്മ തുടങ്ങിയത് ഒരു അത്ഭുതമാണ്. ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത് ഒരു അത്ഭുതമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, സ്വർഗത്തിൽ ദൈവം നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി വചനം അയക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനെന്നാ കൺവെൻഷൻ പന്തലിൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ മുറുക്കി ചോപ്പിച്ച പല്ലും ബീഡി വലിച്ചു പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി പോയിരുന്നവനാണ്. എന്നാൽ എനിക്കൊന്നും മനസ്സിലായില്ല അന്ന്. എന്നാൽ ആ ദിവസം സ്വർഗം എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അയച്ചതായ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു വീണത് അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഏതാനും ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ കിടന്ന് ആ വചനം കത്തിപ്പടരാൻ തുടങ്ങി. എൻ്റെ യേശുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ വിവാഹിതനായി, എനിക്ക് കുഞ്ഞുങ്ങളായി. ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ കണ്ടു. എന്നാൽ എൻ്റെ യേശുവിനോടുള്ള സ്നേഹം, ഈ വചനത്തോടുള്ള സ്നേഹം, ഈ വചനത്തോടുള്ള ആർത്തി, എൻ്റെ കർത്താവിന് സ്തോത്രം, ദിനം പ്രതി കൂടി വരുന്നു എന്നൊന്നും പറയാൻ, അവകാശപ്പെടാൻ എനിക്കാവില്ല. പക്ഷേ കൃപയാണ് പ്രിയരേ, എല്ലാം കൃപയാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു തുള്ളി കണ്ണുനീര് സഹോദര നിനക്ക് കിട്ടുന്നുണ്ടോ? അത് കൃപയാണ്. പ്രിയ മകളെ, നിനക്ക് ഒരു തുള്ളി കണ്ണുനീര് കിട്ടുന്നുണ്ടോ? അത് വെറും കൃപയാണ്. ആ കണ്ണുനീര് പറ്റാതെ നിങ്ങൾ നോക്കിക്കൊള്ളണമേ. ഞാൻ എന്നും പറയാറില്ലേ, 1 നന്ദിയുടെ കണ്ണുനീര്, 2 പാപബോധത്തിൻ്റെ കണ്ണുനീര്. ജീവിതത്തിൽ വരുന്ന പാപങ്ങളെ കണ്ടെത്തി, വീണ്ടും പറയട്ടെ, പുറമേ വരുന്ന പാപങ്ങളല്ല, ഉള്ളിൻ്റെ ഉള്ളറകൾ മറഞ്ഞു കിടക്കുന്ന നമ്മുടെ ആളത്വത്തെ വളർത്തിക്കൊണ്ടുപോകുന്ന, യേശു ക്രിസ്തു നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുന്ന, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറയ്ക്കും തടസ്സമായി നിൽക്കുന്ന അനേകം പ്രകൃതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തുമ്പോഴാണ് നാം താണു വരുന്നത്. അപ്പോൾ ഇരുന്ന് കരയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൊട്ടിക്കരയത്തക്കവണ്ണം ഞങ്ങൾ പ്രസംഗിച്ചാൽ, ഞങ്ങൾ ഒച്ചയിൽ പറഞ്ഞാലൊന്നും നിങ്ങളാരും കരയാൻ പോകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നും വെറും മുക്കവനായിരുന്ന പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്നപ്പോൾ, വാളുകൊണ്ട് വെട്ടും പോലെ വെട്ടിയപ്പോൾ 3000 ചോദിച്ചു, അയ്യോ രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യേണ്ടു? നിങ്ങൾക്കും ചോദിക്കാം. ആദ്യം നോക്കണം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, നാം തമ്മിൽ ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. പക്ഷേ യേശു കാണുന്നു. ജനിച്ച കാലം മുതൽ ഈ സമയം വരെ നിങ്ങൾ ജീവിച്ചത് എങ്ങനെയെന്നും എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ തിരുത്തു എന്നാണ് പറയാനുള്ളത്. എൻ്റെ കർത്താവിന് സ്തോത്രം. വചനമയച്ച് വിടുവിക്കുന്ന ദൈവം. 107:13-14. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഇനി 28-ാം വാക്യം. 1 വചനമയച്ച് വിടുവിച്ചു. വചനമയക്കുന്നു, വിടുവിക്കാൻ വചനമയക്കുന്നു. 2 വചനമയച്ച് രക്ഷിക്കുന്നു. 3-ാമത്തെ കാര്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. വീണ്ടും പറയുന്നു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു എന്ന്. 3 കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ബന്ധന വഴിയും കെട്ടുകൾ വഴിയും ആരാധനയെങ്കിൽ വചനമയക്കുന്നു, രക്ഷിക്കുന്നു, വിടുവിക്കുന്നു. വചനമയക്കുന്ന എന്തിനാണ്? പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി. വചനമയക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വിടുവിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് ജാഗരിക്കൂ. എൻ്റെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ വിടുവിക്കുന്ന ആണിപ്പാടുള്ള രക്തം
രക്തം തുടിക്കുന്നതായ കരം താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ ഏത് ശാപവും മാറും, ഏത് രോഗവും മാറും, ഏത് ബന്ധനവും അഴിയും. യേശുവേ എന്നെ വിടുവിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ. എൻ്റെ രോഗങ്ങൾ, എൻ്റെ ബന്ധനങ്ങൾ, ശാപങ്ങൾ എല്ലാം മാറുന്ന ദിവസമായി തീരണമേ. ഞങ്ങളിതാ സമർപ്പിക്കുന്നു. തൃക്കരങ്ങൾ തരങ്ങളിൽ വെക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വം മാത്രം എടുക്കണമേ യേശു.